നമസ്കാരം. ഇന്നത്തെ ലോകക്രമത്തിൽ ഒരു രാജ്യം ശക്തമാണെന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വെറും കരസേനയോ വ്യോമസേനയോ മാത്രം പോരാ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പതിയിരുന്ന് ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന ശക്തി കൂടി ആ രാജ്യത്തിനുണ്ടാകണം. ഡിസംബർ 23-ന് ഭാരതം അതീവ രഹസ്യമായി നടത്തിയ ഒരു പരീക്ഷണം ഇന്ന് ലോകശക്തികളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇന്ത്യ ഇതിനെക്കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല എങ്കിലും പ്രതിരോധ ലോകത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് അല്ലെങ്കിൽ ആണവ ത്രികോണത്തിന്റെ കരുത്തിനെ കുറിച്ചാണ്. കരയിൽ നിന്ന്, ആകാശത്ത് നിന്ന്, കടലിന്റെ അടിയിൽ നിന്ന്, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ആണവായുധം തൊടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളെയാണ് യഥാർത്ഥ ആണവശക്തി എന്ന് വിളിക്കുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, പിന്നെ നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ ഈ 4 രാജ്യങ്ങൾക്ക് മാത്രമേ ഇന്ന് ലോകത്ത് ഈ കഴിവുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാൽവെപ്പായ K4 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണത്തെക്കുറിച്ചും ശത്രു കപ്പലുകളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡിസംബർ 23-ന് നടന്നതായി കരുതപ്പെടുന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ അഥവാ അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന K4 മിസൈലിന്റെ പരീക്ഷണമാണ് നടന്നത്. ഇതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കേണ്ടതുണ്ട്. നീളം ഏകദേശം 12 മീറ്ററും വ്യാസം 1.3 മീറ്ററും ഭാരം ഏകദേശം 20 ടണ്ണും ഒക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിന്റെ പ്രഹരശേഷി 2000 കിലോ ഭാരമുള്ള ആണവായുധങ്ങൾ വരെ ഇതിന് വഹിക്കാൻ കഴിയുമെന്നതാണ്. റേഞ്ച് ഏകദേശം 3500 കിലോമീറ്റർ ആണ്. ഈ 3500 കിലോമീറ്റർ എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ദൂരമല്ല. ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ ആരും അറിയാതെ കിടക്കുന്ന ഇന്ത്യൻ അന്തർവാഹിനികളായ INS അരിഹന്തിലോ INS അരികെട്ടിലോ ഇരുന്നു കൊണ്ട് ചൈനയുടെ സുപ്രധാന നഗരങ്ങളായിട്ടുള്ള ബീജിങ്ങിനെയോ ഷാങ്ഹായിയെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നാണ് യാഥാർത്ഥ്യം. ചൈനയ്ക്കോ പാകിസ്ഥാനോ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കൃത്യതയാണ്. സാധാരണ ചൈനീസ് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 5 കിലോമീറ്റർ വരെ മാറി വീഴാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ K4 മിസൈലിലെ സർക്കുലർ എറർ പ്രോബബിലിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40 മീറ്റർ മാത്രമാണ്. അതായത് 3500 കിലോമീറ്റർ സഞ്ചരിച്ചാലും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ഇത് പതിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതിനായി നാവിക് സാറ്റലൈറ്റ് സംവിധാനവും സ്വന്തം ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇന്ത്യ ഉപയോഗിക്കുന്നു. ഈ മിസൈലിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിന്റെ കോൾഡ് ലോഞ്ച് സാങ്കേതിക വിദ്യയാണ്. വെള്ളത്തിനടിയിലുള്ള സബ്മറൈനിൽ നിന്ന് തീ തുപ്പുന്ന ഒരു റോക്കറ്റ് എങ്ങനെയാണ് പുറത്തു വരുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ സാങ്കേതിക തികവ് നമ്മൾ കാണേണ്ടത്. സബ്മറൈനിനുള്ളിൽ വെച്ച് തന്നെ മിസൈലിന്റെ എഞ്ചിൻ ഓൺ ആകില്ല. പകരം ഉയർന്ന മർദ്ദത്തിലുള്ള ഗ്യാസ് ഉപയോഗിച്ച് മിസൈലിനെ വെള്ളത്തിന് മുകളിലേക്ക് തള്ളിവിടാനായിട്ട് സാധിക്കും. അങ്ങനെ വെള്ളത്തിന് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഇതിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിനെയാണ് കോൾഡ് ലോഞ്ച് എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, സബ്മറൈനെ തീ പിടിപ്പിക്കുന്നില്ല. 2, വെള്ളത്തിനടിയിൽ ചൂടുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകൾക്ക് കൃത്യമായിട്ടുള്ള തെർമൽ സെൻസറുകൾക്ക് ഒന്നിനും തന്നെ വ്യക്തമായിട്ട് എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കൂടാതെ ചൈനയുടെയോ ശത്രു രാജ്യങ്ങളുടെയോ ആന്റി മിസൈൽ സിസ്റ്റങ്ങളെ കബളിപ്പിക്കാനും നമുക്ക് ഇതുവഴി സാധിക്കുമെന്നതിന് ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് പറയാം. ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുന്ന സമയത്ത് 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു മാനുവറിങ് നടത്തി, അതായത് വഴി മാറി സഞ്ചരിച്ച് ശത്രുവിന് പിടികൊടുക്കാതെ ഇത് ലക്ഷ്യം ഭേദിക്കുമെന്നതാണ് മറ്റൊരു വലിയൊരു കാര്യം. ബ്രഹ്മോസ് മിസൈലുകളിലും നമ്മൾ ഈ വിദ്യ കണ്ടിട്ടുള്ളതാണ്. അവസാനത്തെ നിമിഷം S ആകൃതിയിൽ സഞ്ചരിച്ച് ശത്രുവിനെ വെട്ടിക്കുന്ന രീതിയാണ് ഇത്. എന്തിനാണ് നമുക്ക് ഇങ്ങനെയൊരു സംവിധാനം എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ഇന്ത്യയുടെ ആണവ നയം വ്യക്തമാണ്. നമ്മൾ ആദ്യം ആണവായുധം പ്രയോഗിക്കാറില്ല. എന്നാൽ ആരെങ്കിലും ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചാൽ തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നതിന്റെ തെളിവായിരിക്കും ഇത്. ഇവിടെയാണ് സെക്കൻഡ് സ്ട്രൈക്ക്
കാപ്പബിലിറ്റിയുടെ പ്രസക്തി. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ശത്രു ആദ്യം ലക്ഷ്യം വെക്കുക നമ്മുടെ കരയിലുള്ള മിസൈൽ താവളങ്ങളെയും വിമാനത്താവളങ്ങളെയും ആയിരിക്കും. സാറ്റലൈറ്റുകൾ വഴി ഇവ എവിടെയാണെന്ന് ശത്രുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സമുദ്രത്തിന്റെ അടിയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു ന്യൂക്ലിയർ സബ്മറൈനെ കണ്ടെത്തുക എന്നത് ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ കരയിലുള്ള എല്ലാ സംവിധാനങ്ങളും തകർത്താലും സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് K4 മിസൈലുകൾ ഉയരുകയും ഒരേ സമയം 4 മിസൈലുകൾ തൊടുക്കാനായിട്ട് INS അരിഗട്ടിന് ശേഷിയുണ്ട്. പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ K4 പോലും ആവശ്യമുള്ള കാര്യമല്ല. കാരണം 750 കിലോമീറ്റർ റേഞ്ചുള്ള K15 മിസൈലുകൾ തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചൈനയെ നേരിടാൻ K4 അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 3500 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ചൈനയുടെ 85% വ്യവസായ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ചാരമാക്കാനായിട്ട് ഇന്ത്യക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇത് ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഡിറ്ററൻസ് അഥവാ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി നമുക്ക് മറ്റൊരു സുപ്രധാന പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ നവംബർ 16 നടന്ന ഇതിന്റെ ആദ്യ പരീക്ഷണം അത് വൻ വിജയമായിട്ട് മാറിയിരുന്നു. ഇതൊരു സാധാരണ മിസൈൽ അല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ഇതിന്റെ വേഗത മാക് 10 ആണ്. അതായത് ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയാണ് ഇതിനുള്ളത്. മണിക്കൂറിൽ ഏകദേശം 12,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ആയുധമാണിത്. ഇതിന്റെ റേഞ്ച് ഏകദേശം 1500 കിലോമീറ്റർ ആണ്. ശത്രുവിന്റെ ഒരു കപ്പൽ അത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും 7 മുതൽ 8 മിനിറ്റിനുള്ളിൽ 1500 കിലോമീറ്റർ താണ്ടി അത് ആ കപ്പലിനെ തകർക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും അത് അമേരിക്കയുടെ താഡായാലും റഷ്യയുടെ S-400 ആയാലും ഇസ്രായേലിന്റെ അയൺ ഡോം ആയാലും മാക് 5 മുകളിൽ വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനായിട്ട് കഴിയില്ല. മാത്രമല്ല ഇത് സഞ്ചരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വെറും 1 മുതൽ 3 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ്. ഇത് റഡാറുകൾക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റഷ്യയുടെ കിൻസാൽ, ചൈനയുടെ DF-21 എന്നിവയോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ DRDO ഹൈദരാബാദിലെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 2029 ഇത് നമ്മുടെ കരസേനയുടെ ഭാഗമാവുമെന്ന് പ്രതീക്ഷിക്കാം. 2031 കപ്പലുകളിലും ഇത് വിന്യസിക്കുമെന്ന് പറയുന്നു. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്ന ഏതൊരു ശത്രു കപ്പലിനെയും 1500 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ നമുക്ക് തകർക്കാൻ സാധിക്കും. ഇന്ത്യ ഇവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ല. K4 ശേഷം K5 വരുന്നുണ്ട്. 5000 മുതൽ 6000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരേ സമയം പല ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുന്ന MIRV ടാർഗറ്റബിൾ റീ എൻട്രി സാങ്കേതിക വിദ്യയുള്ള ഒരു മിസൈലാണ് ഇത്. അങ്ങനെ കൂടാതെ INS അരിതമാൻ എന്ന 3ാമത്തെ അന്തർവാഹിനിയും നിർമ്മാണത്തിലാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സമുദ്രത്തിൽ 6 ന്യൂക്ലിയർ സബ്മറൈനുകൾ ഉണ്ടാകും. ഓരോ സബ്മറൈനിലും 4 വീതം K4 മിസൈലുകൾ, മൊത്തം 24 ആണവ മിസൈലുകൾ എപ്പോഴും സമുദ്രത്തിൽ സജ്ജമായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ കവചം 100% പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ ഈ 3 മേഖലകളിലും ഇനി ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരു ശക്തിക്കും പ്രവേശിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ എന്ന ഭീഷണിക്കപ്പുറം ചൈനയെ മുമ്പിൽ കണ്ടുള്ള വമ്പൻ തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാരഥന്മാർ കണ്ട സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരിക്കലും യുദ്ധമല്ല, സമാധാനം തന്നെയാണ്. എന്നാൽ ശക്തിയുള്ളവനെ ലോകം ബഹുമാനിക്കുള്ളൂ. ആ സത്യം നാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വേറെ വഴിയൊന്നുമില്ല. ഒരു രാജ്യവും ഇന്ത്യക്കെതിരെ കണ്ണുരുട്ടാൻ പാടില്ല. അങ്ങനെ കണ്ണുരുട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ 140 കോടി ജനങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ഈ ആയുധങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. കരയിലായാലും ആകാശത്തായാലും ഇപ്പോ ഇതാ നമ്മുടെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോലും ഇന്ത്യ അജേയമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. K4 ഹൈപ്പർസോണിക് മിസൈലുകളും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇത് പുതിയ ഒരു ഇന്ത്യയാണ്. സ്വന്തം സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായിട്ടുള്ള ഒരു ഭാരതമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് സുഗമമായിട്ട് മുമ്പിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് കാണാം.
ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയെ പറ്റി, ഒരു മാറ്റത്തെ പറ്റി, മറ്റു രാജ്യങ്ങൾ വിറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ വളർന്നതിനെ പറ്റി ഒക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്താം. മാത്രമല്ല, ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് ശരിക്കും പറഞ്ഞാൽ അയൽ രാജ്യങ്ങൾ വിറയ്ക്കുകയാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് മറ്റു രാജ്യങ്ങളെ കുറിച്ച്, ഇത്തിരി ബോധമുള്ള രാജ്യങ്ങൾ, ചിന്തിക്കുന്ന രാജ്യങ്ങൾ ഭാരതത്തെ കണ്ട് ശരിക്കും പറഞ്ഞാൽ വിറയ്ക്കും. ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ വളർച്ചയുടെ കുതിപ്പിന്റെ ശരിക്കുള്ള മുന്നോട്ട് പോക്കിന്റെ ഒക്കെ അടയാളം നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. ഇതുവരെയും പ്രത്യക്ഷത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് യഥാർത്ഥ വളർച്ചയുടെ ചിഹ്നങ്ങളും സൂചനകളും തന്നെയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.